നമ്മുടെ രാജ്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുർഘട മാർഗമുണ്ട്. ആ ദുർഘട ഘട്ടത്തിൽ ഈ രാജ്യത്ത് അപകടത്തിലായിരിക്കുന്നത് ഇവിടുത്തെ ഇന്ത്യൻ മതേതരത്വമാണ്, ഇന്ത്യയുടെ ജനാധിപത്യമാണ്. ഈ ജനാധിപത്യത്തെ, ഈ മതേതരത്വത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് ജനാധിപത്യപരമായ ഒരു ഭരണഘടനയും ഇന്ത്യക്ക് ഒരു മതേതര സംസ്കൃതിയും സമ്മാനിച്ചതായ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കാണാനില്ല. ഇന്നത്തെ ഹിന്ദു പത്രത്തിലുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് BJPയുടെ ഒരു പരസ്യം ഫേസ്ബുക്കിലൊക്കെ വളരെ വ്യാപകമായി, രാഹുൽ ഗാന്ധിയെ കണ്ടവരുണ്ടോ, രാഹുൽ ഗാന്ധിയെ കണ്ടുപിടിച്ചു തന്നാൽ ഇനാം, തക്കതായ സമ്മാനം എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാഹുൽ ഗാന്ധി എന്തെങ്കിലും പ്രത്യേകിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം മുങ്ങിയത് എന്തെങ്കിലും ഭീരുത്വം കൊണ്ടാണോ എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അകപ്പെട്ടതായ പ്രതിസന്ധിയിൽ നിന്ന് ആ സംഘടനയെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചൊരു പക്ഷേ ആ പാവം മുങ്ങിയതായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും തിരിച്ചു പിടിക്കാൻ ഇനി നമ്മൾ നമ്പർ 10 വീട്ടിലേക്ക്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയിലേക്ക്, നെഹ്റു കുടുംബത്തിലേക്ക് നോക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതിന് കുറെ കൂടി ഫലപ്രദമായ മതേതരത്വ വിശ്വാസികളായ, ജനാധിപത്യ ബോധമുള്ളതായ, അഥവാ വർഗീയത, സവർണ ഫാസിസത്തിന്റെ പിടിയിൽ, അതിന്റെ ദൂരപരിധിയിൽപ്പെടാത്തതായ ആളുകൾ നേതൃത്വം നൽകുന്നതായ ഒരു പൊതുബോധം നമുക്കിവിടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നതായ ഒരു സംഘടന ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ച് CPM പോലുള്ള സംഘടനകളാണ്. നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ളതായ എല്ലാവിധ കൂട്ടവും ഈ നാദാപുരം സംഭവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇന്ത്യൻ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിശകലനത്തിൽ എന്താണ് CPM സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദപ്പെട്ടതായ ഒരു വിശദീകരണം, അല്ലാതെ നമ്മുടെ VS അച്യുതാനന്ദന് വേണ്ടിയാണോ ആ ഓരോ സീറ്റ് ഒഴിച്ചിട്ടത്, ആ സീറ്റ് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഒഴിച്ചിട്ടത് എന്ന് ആനത്തല വലുപ്പത്തിലുള്ള ഒരു ആനന്ദം പറയുമ്പോൾ, ഇവിടെ ഇങ്ങേ പുറത്ത് നമ്മൾ കോടിയേരി പറയുന്നു അത് അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചിട്ടതില്ല. ഇതൊന്നല്ല നമ്മുടെ ചർച്ചാ വിഷയം. അതൊക്കെ വളരെ ബാലിശങ്ങളായ, നിസ്സാരങ്ങളായ പ്രശ്നങ്ങളാണ്. ഇടതുപക്ഷ ബോധം ഉൾക്കൊള്ളുന്നതായ വിഭാഗങ്ങളും ഇവിടുത്തെ മതേതര വിശ്വാസികളും കൈകോർക്കുവാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങി, മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ CPM നേതൃത്വത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിന് അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്നതിന് ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ, CPM പോലുള്ള സംഘടനകൾ മറുപടി പറയേണ്ടതുണ്ട്. ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ അവിടുത്തെ നികേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ നേരത്തെ ഉണ്ടായിരുന്ന പരസ്പര രാഷ്ട്രീയ വൈരാഗ്യം മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഒന്നിക്കുകയും അതിന്റെ പേരിൽ എല്ലാം ബലിയർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അതിന്റെ നേരെ മുഖം തിരിഞ്ഞിരിക്കുന്ന ഇടതുപക്ഷം, നമ്മുടെ പ്രകാശ് കാരാട്ട്, അദ്ദേഹം പത്രം വായിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഇവിടെ കോഴിക്ക് മുല വരാൻ പോകുന്നില്ലെന്ന്? ഏത് മൂന്നാം മുന്നണി എന്ന് പറയുന്നത് നടക്കുന്നു. എത്ര കാലമായി മൂന്നാം മുന്നണിയെ കുറിച്ച് പറയുന്നു? ഒരു സീറ്റ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ ഈ മൂന്നാം മുന്നണിക്ക്? അന്നൊരിക്കൽ മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ സമയത്ത് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഒരവസരം ലഭിച്ചപ്പോൾ പിണറായി വിജയനെ കാണാൻ പോവുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ മൂന്നാം മുന്നണി അധികാരത്തിൽ വരും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരൊറ്റ സീറ്റ് കിട്ടും ഇന്ത്യയിൽ മൂന്നാം മുന്നണിക്ക്, അതിനപ്പുറം കിട്ടുക. കേരളത്തിലെ CPM കേരളത്തിലും പശ്ചിമ ബംഗാളിൽ കിട്ടുന്ന സീറ്റിന്റെ പുറമെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സീറ്റായിരിക്കും ദേവഗൌഡയുടേത്. അത് പുലർന്നു, ഒരൊറ്റ സീറ്റ് മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ ഇവിടെ ഈ തരത്തിലുള്ളതായ ഒരു മതേതര ഒരു കൂട്ടായ്മ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു എന്നതിന്റെ ഒരു വിശദീകരണം നാദാപുരത്ത് ചെന്നാണ് അവസാനിക്കുക. മതേതരത്വത്തെ തിരിച്ചു പിടിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷം തയ്യാറില്ല. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കൂട്ടായ്മകളോട് സഹകരിക്കുന്നില്ല? പശ്ചിമ ബംഗാളിൽ 3-ാം സ്ഥാനത്തിന് 4-ാം സ്ഥാനത്തേക്ക് തെറിക്കപ്പെടുകയാണ്. അവിടെ 1, 2, 3 സീറ്റുകൾ ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ 1-ാം സീറ്റിൽ 2-ാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇപ്പോൾ BJP-യാണ്, 3-ാമത്തെ കോൺഗ്രസ് ആണ്, 4-ാമത്തേതാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ BJP-ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതിൽ നിന്ന് എന്തുകൊണ്ട് പാഠം പഠിക്കുന്നില്ല? എന്തുകൊണ്ട് നിതീഷ് കുമാറിനോട്, എന്തുകൊണ്ട് ലാലു പ്രസാദിനോട് കൈകോർക്കാൻ തയ്യാറില്ല? അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ, ഇപ്പോൾ അല്ലെങ്കിൽ അകപ്പെട്ടിരിക്കുന്നതായ മതേതര ജനാധിപത്യത്തിന്റെ അപജയത്തിൽ അതിനെ കരകയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. നാദാപുരത്തെ പോലെ ജനങ്ങളുടെ വർഗീയ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് താൽക്കാലത്തേക്ക് ഫ്രിഡ്ജും അതുപോലെയുള്ള മറ്റ് ഉപകരണങ്ങളും ആരാന്റെ വീട്ടിൽ പോയി അപഹരിച്ച് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആരാന്റെ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതായ പൊന്നും പണവും അപഹരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ CPM-കാരൻ
സമ്പന്നരാവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അക്കാര്യം തുറന്നു പറയുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസത്തിനോട് അനുകമ്പയുണ്ടെങ്കിൽ, അതിനോട് താതാമ്യം പ്രാപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അക്കാര്യം പറയുക. അല്ലെങ്കിൽ ഞങ്ങളാണ് BJP-ക്കാരേക്കാൾ നന്നായി വർഗീയമായി ആക്ട് ചെയ്യാൻ പ്രവർത്തിക്കാൻ കഴിയുന്നതായ വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി ഇവിടുത്തെ RSS-കാരെ പിന്താങ്ങുക. ഈ രണ്ടാമൊരു ചോയ്സ് മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ, വെറുതെ പറയുന്നതല്ല. രണ്ടാമൊരു കാര്യം, ഈ കാര്യത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ പ്രതികരിക്കുന്നില്ല? പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസ് ചക്കരക്കല്ല്, അവിടെ ചെന്ന് അദ്ദേഹം ചെയ്ത പ്രസംഗം, ഞാൻ ആ പ്രസംഗം ഒരു ചാനലിൽ ഉദ്ധരിക്കുകയുണ്ടായി. അവിടെ ചെന്ന് അദ്ദേഹം വളരെ സൗമ്യമായി പറയുന്നു, ഇത് ആസൂത്രിതമായ ആക്രമണമാണ്, ഇതിനുവേണ്ടി എല്ലാവിധ ഉപകരണങ്ങളും മുൻകൂട്ടി ഒരുക്കിയതാണ്, ഇതിനുവേണ്ടി ഇത്തരത്തിലുള്ളതായ ഉപകരണങ്ങളും സാധനങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാതെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം സാധ്യമല്ല. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കിൽ ഈ പ്രസംഗം നാദാപുരത്ത് പോയി ചെയ്യാൻ തയ്യാറുണ്ടോ? നാദാപുരത്ത് ജിന്ന് പ്രത്യക്ഷപ്പെട്ടതല്ലോ. എങ്ങനെയാണ് അത്തരത്തിലുള്ളതായ RC ബിൽഡിങ്ങുകൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, രായ്ക്ക് രാമാനും അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ നിശേഷം നശിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു? എങ്കിൽ ആ അറിവ്, ആ കല ഇവിടുത്തെ CPM-കാർ ഇവിടുത്തെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. ഇവിടെ വീട് പൊളിക്കാൻ എത്ര ദിവസമാണ് നമ്മൾ ബംഗാളികളെയും ഒറീസക്കാരെയും അതുപോലുള്ള ബീഹാരികളെയും കാത്തിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള വല്ല വിവരം ഉണ്ടെങ്കിൽ കൈമാറൂ, ഷെയർ ചെയ്യൂ. നിങ്ങളെ ഫേസ്ബുക്കിലിടും, ഞങ്ങളിതാ ഇങ്ങനെ മുറിച്ച് കഷ്ണം കഷ്ണമാക്കിയെടുക്കുന്നു, ഞങ്ങൾ വീട്ടുപകരണങ്ങൾ കിണറിലേക്ക് വലിച്ചെറിയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ കുടിവെള്ളം മുടക്കുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അപ്പൊ അത്തരത്തിലുള്ളതായ സമാധാനം, സംഘർഷമില്ലാത്ത അവസ്ഥ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാദാപുരത്തെ അനുയായികളെ നിലക്ക് നിർത്താൻ അദ്ദേഹം ശീലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ CPM-നുണ്ടാകുന്ന അതേ അവസ്ഥയാണല്ല, ഞങ്ങൾ തിരിച്ചടിക്കൂല, എനിക്ക് കഴിയില്ല, തീർത്തു പറയുന്നു, ഒന്നുമില്ല, സംഭവിക്കില്ല. പക്ഷേ നിങ്ങൾ കുഴിക്കുന്ന കുഴിയിൽ നിങ്ങൾ തന്നെ വീണ് നിങ്ങൾ ഇല്ലാതാകും. അത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷത്തെയാണോ പിണറായി വിജയൻ കാത്തിരിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷമാണോ കോടിയേരി ബാലകൃഷ്ണൻ ഇനി നേതൃത്വം നൽകുന്ന സംഘടന ഇവിടെ ചെയ്യാൻ പോകുന്നത്? വ്യക്തമാക്കേണ്ടതുണ്ട്. നമുക്കിവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മതേതര പൊതുബോധത്തെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആ പൊതുബോധത്തിന് വിഘാതമാകുന്ന രീതിയിൽ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു യൂണിറ്റ്, ഒരു ഘടകം, ഒരു മണ്ഡലം, ഒരു നിയോജകമണ്ഡലത്തിൽ ആരെങ്കിലും ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ചെവിക്കുന്നി പിടിച്ച് ഇവിടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ മുന്നിട്ട് ഇറങ്ങേണ്ടത് അതേ പാർട്ടിക്കാരാണ്, ഏതെങ്കിലും ഇതര വിഭാഗങ്ങളിലെ ഇതര രാഷ്ട്രീയ പാർട്ടികളല്ല. ഇത്തരത്തിൽ അവിവേകം പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് നോക്കി നിൽക്കാൻ കഴിയുക? എന്തിനേയും ന്യായീകരിക്കാൻ കഴിയും. പക്ഷെ ആ ന്യായീകരണങ്ങൾ പലപ്പോഴും VS അച്യുതാനന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പുറത്തേക്ക് അതിൻ്റെതായ ഏമ്പക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ കരുതുക, നിങ്ങൾക്ക് ഒരു നാദാപുരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പിച്ചെത്താക്കിയതാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ നാദാപുരത്തിന്റെ പ്രേതം ഈ കേരളത്തിൽ മുഴുവൻ അലഞ്ഞു നടന്ന് നിങ്ങളുടെ നെറ്റിയിൽ കൊത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, ആ സർക്കാരിനെതിരെ ഒരുപാട് വികാരങ്ങൾ ഇവിടുത്തെ ഞങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട്. പക്ഷേ അതിനെയെല്ലാം കെടുത്തിക്കളയുന്ന രീതിയിലുള്ള വർഗീയതക്കാണ് നിങ്ങൾ ഇവിടെ വളം വെക്കുന്നതെങ്കിൽ നിങ്ങളോട് കഷ്ടം എന്നല്ല ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞാൻ മതിയാക്കുന്നു. ഇത്തരം ഒരു അവസരം തന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഭാരവാഹികൾക്ക് സ്തുതി. അടുത്തതായി SDTU സംസ്ഥാന പ്രസിഡന്റ് A. വാസുവേട്ടനെ ആദരപൂർവം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് സാർ, ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, സ്നേഹം കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട E. അബൂബക്കർ സാഹിബ്, പ്രിയപ്പെട്ട O. അബ്ദുള്ള, KH നാസർ, പ്രിയപ്പെട്ട നസറുദ്ദീൻ ഇളമരം, ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആസ്തമയുടെ മൂർധന്യത്തിലാണ് ഞാൻ. നന്നായിട്ട് ബോധം തന്നെ പ്രവർത്തിക്കാത്തൊരു സൂക്കേടാണ്. എങ്കിലും ഇതിന് വരാതിരിക്കാൻ പറ്റില്ല.
അത്രയും നികൃഷ്ടമായ നീചമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ വേദനയോടെയാണ് ഞാൻ ഇരുന്നത്. അവിടെ അങ്ങേയറ്റത്തെ ക്രൂരതകൾ സഹിച്ച സഹോദരിമാരും കുഞ്ഞുങ്ങളും അങ്ങേയറ്റം ത്യാഗം സഹിച്ച് അങ്ങ് ഗൾഫിലും മറ്റും പോയി കുറച്ച് കാശ് സമ്പാദിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയത് സംബന്ധിച്ചും മാത്രമല്ല ഞാൻ ദുഃഖിച്ചത്. യഥാർത്ഥത്തിൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഈ മഹത്തായ രാജ്യത്തിന് ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടത്തിൽ നിന്നും അതിൻ്റെ കൊടിയ ദുരിതങ്ങളിൽ നിന്നും വിമോചിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിച്ച ഒരു പാർട്ടിയെപ്പറ്റി, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെപ്പറ്റി ഇവിടെ ഇരുന്ന് കേൾക്കുകയായിരുന്നു ഞാൻ. അതിനെ സംബന്ധിച്ച് വേദനാപൂർവം ചിന്തിക്കുകയായിരുന്നു ഞാൻ. സഖാവ് കൃഷ്ണപിള്ള ഈ സ്റ്റേജിൽ ഇരുന്ന് 1946 ഈ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നേരം 16 വയസ്സുകാരനാണ് ഞാൻ. ഈ സ്റ്റേജിലുണ്ട്. ഇതാണ് സ്റ്റേജ്. അതായിരുന്നെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു മഹത്തായ പാർട്ടിയെ സംബന്ധിച്ചാണ് ഞാനിന്നിവിടെ അങ്ങേയറ്റം ക്രൂരമായ, അങ്ങേയറ്റം നികൃഷ്ടമായ രീതിയിൽ ഉള്ള പ്രവൃത്തി ചെയ്തതിനുള്ള പ്രതികരണങ്ങൾ കേട്ടത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് മാത്രം എൻ്റെ ബുദ്ധിക്ക് അനുയോജ്യമായ രീതിയിൽ 2 വാക്ക് നിങ്ങളോട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു പാർട്ടിയായാലും അതിനെത്ര മഹത്തായ സൈദ്ധാന്തിക നിലപാടുകൾ ഉണ്ടായാലും അത് ആ സൈദ്ധാന്തിക നിലപാട് മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ എന്താവും എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിവിടെ മാത്രമല്ല, ലോകത്തുടനീളം സംഭവങ്ങളെ മുഴുവൻ പരിശോധിക്കുന്നെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ട. അങ്ങ് ബംഗാളിൽ, ഇങ്ങിവിടെ കേരളത്തിൽ ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിൽ തങ്ങൾ സുശക്തമായിട്ടുള്ളൊരു സംഘടനയായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് അവരുടെ വിചാരം. എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്നതിന് നാദാപുരത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് 2 വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കടമ അവരുടെ മാർക്സിസം ലെനിനിസം തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ വ്യാഖ്യാനിക്കാനും അതിലെ മുഖ്യ ശത്രുവിനെ കണ്ടെത്താനും. മുഖ്യ ശത്രുവിനെ കണ്ടെത്തിയാൽ മാത്രമേ ബാക്കിയെല്ലാം ശരിയാവുള്ളൂ. ആ മുഖ്യ ശത്രുവിനെ കണ്ടെത്തി ആ മുഖ്യ ശത്രുവിന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടുകയും വേണം. ആ പോരാട്ടത്തിൽ വിജയിക്കുന്നെങ്കിലേ ആ സായുധ സമരത്തിലും വിജയിക്കാൻ സാധ്യമാവും. ആ പ്രത്യയശാസ്ത്രത്തിനെ സംബന്ധിച്ചിട്ട് ഇന്ന് വരെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വ്യക്തത വന്നിട്ടില്ല. എന്താണ് ആ വ്യത്യയശാസ്ത്രം? ഇന്ത്യൻ ജനതയിലെ ഭൂരിഭാഗം വരുന്ന മനുഷ്യർ അമ്മയുടെ മുലപ്പാലിലൂടെ അവർക്ക് കിട്ടിയ ആ പ്രത്യയശാസ്ത്രം എന്താണ്? ആ ശത്രുവിന്റെ പ്രത്യയശാസ്ത്രം എന്താണ്? ആ ശത്രുവിന്റെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നതിന് പകരം അതിനെ സംബന്ധിച്ച് കണ്ണടക്കുകയാണെങ്കിൽ ആ പാർട്ടി അതിന്റെ നേരെ എതിരായ ദിശയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പാർട്ടിക്ക് വാസ്തവത്തില് അതെത്ര ശക്തമായാലും അതിന്റെ മുൻനിര നേതാക്കന്മാർ, അങ്ങേയറ്റത്തെ ത്യാഗികളായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള ദീർഘദൃഷ്ടിയുള്ള ആ മഹാന്മാരായ നേതാക്കന്മാർ കണ്ടെത്തിയത് മുഴുവൻ അത് മുഴുവൻ നഷ്ടപ്പെടുത്താൻ പിൻതലമുറക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ത്യാഗമല്ല അവസാനം നിലനിൽക്കാൻ പോകുന്നു. ആ ത്യാഗത്തിന് ഒരു പരിധി വരെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ആ ത്യാഗത്തിന്റെ ഫലത്തിനും ഒരു പരിധി വരെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിനെ ശരിയായി പ്രയോഗിക്കുന്നില്ലെങ്കിൽ അതിന്റെ അധപ്പതനം, ആ പ്രയോഗത്തിന്റെ ഒരു ഭാഗം ശത്രുവിന്റെ പ്രത്യയശാസ്ത്രത്തിനെ തകർക്കുക എന്നുള്ളതാണ്.
അത് നടന്നില്ല എന്നുള്ളതാണ് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതികേട്, ഈ കേരളത്തിന്റെ ഗതികേട്. പെട്ടെന്ന് അങ്ങുണ്ടായതല്ല അവിടെ സംഭവങ്ങൾ. അവിടെ നമ്മുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിൽ അതുണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിൽ വാസ്തവത്തില് ഈ ശത്രുവിന്റെ പ്രത്യയശാസ്ത്രമുണ്ട്. അത് തകർത്ത് കളയാൻ അവർക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന സമ്പ്രദായം കേരളത്തിലില്ല. അത് തകർക്കുകയും ശരിയായതിനെ സ്ഥാപിക്കുകയും വേണം. സവർണ പ്രത്യയശാസ്ത്രത്തിനെ തകർക്കുകയും ശരിയായതിനെ സ്ഥാപിക്കുകയും വേണം. സവർണ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രത്യേക പ്രയോഗ രീതി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാം. സവർണ പ്രത്യയശാസ്ത്രം ഒരാൾക്ക് അതിന്റെ 90% ഉള്ളതെങ്കിൽ, സവർണ പ്രത്യയശാസ്ത്ര വിധേയത്വം 90% ഉള്ളതെങ്കിൽ, 10% ഉള്ളതെങ്കിൽ, 50% ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വേർതിരിച്ചറിയാം അയാളെ. അയാളുടെ മുസ്ലിം വിരോധം എത്ര ഉണ്ട് എന്നാണ് അതിന്റെ കണക്ക്. അയാൾക്ക് 100% മുസ്ലിം വിരോധം ഉണ്ടെങ്കിൽ അയാൾക്ക് 100% അയാള് സവർണ പ്രത്യയശാസ്ത്ര വിധേയനാണ്. ഇത് RSSകാർ പരത്തുന്നതല്ല. RSSകാർ അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ പരത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. പക്ഷേ അത് നിലവിലുണ്ട്. അത് അമ്മിഞ്ഞപ്പാലിലൂടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ആ അമ്മിഞ്ഞപ്പാലിലൂടെ കിട്ടിയിരിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തിനെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിൽ വിപ്ലവത്തിന്റെ പ്രത്യയശാസ്ത്രമായിട്ടുള്ള മാർക്സിസം, ലെനിനിസം, മാവോ ചിന്തന, ഞാനിപ്പോ മാവോനെ കൂടിയും ചിന്തിച്ചിട്ടാ പറയുന്നത്, അതിനെ പകരം പ്രതിഷ്ഠിക്കണം. ആ പകരം പ്രതിഷ്ഠിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ്. ഞാനിന്ന് മാർക്സിസ്റ്റുകാരോടാ സംസാരിക്കുന്നത്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് എന്നുള്ള നിലയിൽ ഞാനിവിടെ ആ വേദനയോടെ കൂടിയാണ് ഇരുന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരോട് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ വാസ്തവത്തില് ഇതാ എന്റെ പ്രസംഗത്തിന് 10 മിനിറ്റാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തില് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ മഹാന്മാരായിട്ടുള്ള മനുഷ്യർ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തിനെ വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് മഹാനായൊരു മനുഷ്യൻ അംബേദ്കർ നിർവഹിച്ചിട്ടുള്ള കാര്യം മാത്രമല്ല, ഇപ്പം അത്ഭുതകരമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മഹത്തായ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. കുറച്ച് ദിവസമായിട്ടുള്ളൂ ആ മഹാനായ മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന്റെ മുഖവരിയായിട്ട് നമ്മുടെ അരുന്ധതി റോയ്, നമ്മുടെ ഇന്ത്യയുടെ മകളാണെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു പെൺകുട്ടി, അവരെഴുതിയിട്ടുള്ള ഒരു മുഖവുര 140ഓളം 120 പേജോളം വരുള്ളൂ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. അതിന് അവരെഴുതിയിട്ടുള്ള ഒരു മുഖവുരയുണ്ട്. ആ മുഖവുര നിങ്ങൾ വായിക്കണം. ഇവിടുത്തെ അടിമുടി കമ്മ്യൂണിസ്റ്റുകാർ വായിക്കണം, മാർക്സിസ്റ്റുകാർ വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വായിച്ച് മാറി തീരാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഗതി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടത് തന്നെയാണ്. അതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നാളത്തെ ഒരു ചൂഷക സമൂഹമാണ് നിങ്ങളുടെ നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. ആ ചൂഷക സമൂഹത്തിൽ അതിവേഗത്തിൽ മുന്നോട്ട് പോകാവുന്ന ലക്ഷം കോടികളുടെ ഈശ്വരന്മാരാകുന്ന അടിത്തറ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ആ സമ്പാദിച്ചു വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് സോഷ്യലിസം കമ്മ്യൂണിസം വരണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അണികളെ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ നിങ്ങൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവാൻ സാധില്ല. പക്ഷെ അണികളുണ്ട്, തൊഴിലാളി വർഗമുണ്ട്, ഇടത്തരക്കാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്. അവർ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കേണ്ടത്. ഈ സംഘപരിവാരത്തിൻ്റെതായിട്ടുള്ള ഈ മുന്നേറ്റത്തിനെ എങ്ങനെ നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയും. അവർ ഇരുന്ന് ചിന്തിക്കണം. വാസ്തവത്തിൽ കഴിഞ്ഞ 25-30 വർഷമായി ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് എന്ന് ഈ സ്റ്റേജിലുള്ള വിരലിലുണ്ടാവുന്ന ആൾക്കാർക്ക് എന്നെങ്കിലും അറിയാം. പക്ഷെ എന്നെപ്പോലുള്ള 5ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു സാധാരണ തൊഴിലാളിക്ക് മനസ്സിലാകുന്നത് ഈ രാജ്യത്തെ അതിബുദ്ധിജീവികളായ സർവകലാശാല ബിരുദധാരികളായുള്ള നേതാക്കന്മാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മുടെ ജനതയോട് കഷ്ടം എന്നല്ലാതെ മറ്റെന്താണ് പറയാൻ പറ്റുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ആ പ്രിയപ്പെട്ട കുട്ടി അരുന്ധതി, അവരെ സംബന്ധിച്ച് EMS ഉള്ളപ്പോ പറഞ്ഞൊക്കെ നിങ്ങൾക്കറിയാം. അതിനെ സംബന്ധിച്ചൊന്നും തന്നെ ഞാൻ പോകുന്നില്ല. അവര് വാസ്തവത്തിൽ വളരെ സത്യസന്ധമായിട്ട് ഒരു 140 പേജ് എഴുതി DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റും ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ മുഖവുരയും അത് നിങ്ങൾ വായിക്കണം. അത് വായിക്കണമെന്ന് മാർക്സിസ്റ്റുകാരോട് മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും. സംഘപരിവാർ ചെയ്യുന്നത്
അങ്ങേയറ്റത്തെ ഹാനികരമായിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് അവരെ നയിക്കുന്നത്. അങ്ങേയറ്റത്തും ഹാനികരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. അവർ ഈ രാജ്യത്തോട് ചെയ്യുന്നത് കടുത്ത പാതകമാണ്. ആ കടുത്ത പാതകം അവർ ചെയ്യുന്നത് ഈ നിങ്ങൾക്കറിയാം, അരുന്ധതി അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഈ കുത്തകൾ, ആരൊക്കെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, ആരൊക്കെയാ മിലിറ്ററിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ ഏത് ഈ വിഭാഗങ്ങൾ ഉയർന്ന ജാതികളായത് എന്തുകൊണ്ട് എന്ന് അവരെ വളരെ കൃത്യമായിട്ട് കണക്കുകൾ സഹിതമാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് അവരിലേക്ക് അവരെ മാത്രമായിട്ട് ദലിതനും പിന്നെ ആദിവാസിയും പിന്നോക്കക്കാരനുമല്ല, ഈ ഇവർ മാത്രം എന്തുകൊണ്ട് ഇന്ത്യൻ സ്വത്തുക്കൾ മുഴുവൻ 8-10 ലക്ഷം കോടികൾ ഇങ്ങനെ കൈവശം വെക്കാൻ അവർക്ക് സാധ്യമായി എന്നത് ഈ ജാതി സമ്പ്രദായവും സവർണ പ്രത്യയശാസ്ത്രവും സവർണ ദൈവങ്ങളുമാണ്. ആ കാര്യം വളരെ കൃത്യമായിട്ട് അംബേദ്കർ പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് അതിന് നമുക്ക് പരിഹരിക്കാൻ എങ്ങനെ കഴിയാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ ഏറ്റവും വിപുലമായ രീതിയിൽ ഒരു മുഖവരയോടുകൂടി അരുന്ധതി വാസത്തിൽ നമുക്ക് തന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായി നിൽക്കണമെന്ന്, മാർക്സിസം ലെനിനിസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന്, അതിലൂടെ ഈ രാജ്യത്തിനെ പരിവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും എല്ലാ യുവാക്കളോടും ഞാനത് വായിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു തത്വശാസ്ത്രം എന്നുള്ള നിലയിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ്. അതിനു വേണ്ടി 4 വരിയും കൂടി ഞാൻ പറയാം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയും. അതിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ മാനുഷികമായ ഭാഗമുണ്ട്, അതിൻ്റെ തത്വശാസ്ത്രപരമായ ആ ഭാഗത്തിനെ സംബന്ധിച്ച് 2 വരി ഞാൻ ഈ സ്റ്റേജിൽ പറയാം. വർഗങ്ങൾ സമരം ചെയ്യുന്നു, ചില വർഗങ്ങൾ വിജയം വരിക്കുന്നു, മറ്റുള്ളവ നിർമാർജനം ചെയ്യപ്പെടുന്നു. ചരിത്രം ഇപ്രകാരമാണ്. 1000 വർഷങ്ങളോളമായ മാനവ സംസ്കാരത്തിന്റെ ചരിത്രം ഇപ്രകാരമാണ്. 1000 വർഷങ്ങളോളമായ മാനവ സംസ്കാരത്തിന്റെ ചരിത്രം ഇപ്രകാരമാണ്. ഈ കാഴ്ചപ്പാടിലൂടെ ചരിത്രത്തെ വ്യാഖ്യാനിക്കുക എന്നതാണ് ചരിത്രപരമായ ഭൗതികവാദം, മാർക്സിസത്തിന്റെ ഹാർട്ട്. അതിന് എതിരായതെല്ലാം ചരിത്രപരമായ ആശയവാദമാണ്. ഈ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ എൻ്റെ മരണം വരെ, അത് അത്ര ദൂരം ഒന്നല്ല, 85 ഇപ്പൊ തന്നെയായിട്ടുണ്ട്, അത് അത്ര ദൂരമല്ല, അതുവരെ ഞാനത് വിശ്വസിക്കും. പക്ഷേ ഈ അബൂബക്കർ സാഹിബിനെ പോലുള്ള സ്നേഹ സമാനനായിട്ടുള്ള നിരവധി സുഹൃത്തുക്കളാണ് എനിക്കതിലുള്ളത്. ഇവരോടൊപ്പം ഞാൻ ഇന്നോ ഇന്നലെയോ പ്രവർത്തിക്കുന്നല്ല, കഴിഞ്ഞ 35 വർഷമായി ഈ ധീരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു നടത്തുന്നുണ്ട്. ഇവിടെ മറ്റേ ക്യാബറക്കെതിരെ അവിടെ നിങ്ങൾക്കറിയോ 35 വർഷമായി കോർപ്പറേഷൻ ആ ചൂതാട്ടം നടത്തുന്നില്ല. അപ്പൊ ആദ്യം അവർ എക്സിബിഷൻ തന്നെ നിർത്തി, എക്സിബിഷനിൽ ചൂതാട്ടം നിർത്തുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് പോരാടിയത് ആർക്കും അറിയില്ല. ഞങ്ങളും ഈ പിന്നെ അബൂബക്കർ സാഹിബും കോയ സാഹിബും ഞാനും ഒക്കെ ആയിട്ടുള്ള ഈ കൂട്ടുബന്ധം എങ്ങനെയാണ് വളർന്നു വന്നത്. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും മാർക്സിസത്തിൽ വിശ്വസിക്കും. ഞങ്ങൾക്ക് പരസ്പരം സംവാദം നടത്താം, ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരിക്കും, അത് സമാധാനപരമായിരിക്കും, സന്തോഷകരമായിട്ടും. ഒരു 100 പൂക്കൾ വിരിയട്ടെ എന്ന മഹാനായ മാവോവിന്റെ സിദ്ധാന്തം നിങ്ങൾ കേട്ടു. ഒരു 100 പൂക്കൾ വിരിയട്ടെ, ഒരു 100 ചിന്താഗതികൾ വളരട്ടെ. അങ്ങനെ ഒരു മനുഷ്യരാശിനെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ സ്വപ്നം. ആ രീതിയിൽ ഈ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം മാർക്സിസം ലെനിനിസം പഠിക്കാൻ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരോട്, അവരുടെ നേതാക്കന്മാരോട്, അവരുടെ അണികളോട് ആഹ്വാനം ചെയ്തുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്, വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ നാദാപുരം നടന്ന ഖേദകരമായിട്ടുള്ള കാര്യങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട്, അവരോട് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ വ്യസനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യം നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. ശാന്തി കൊതിക്കുന്ന നാദാപുരം എന്ന CD ഏതാനും കോപ്പികൾ സമ്മേളന നഗരിയിൽ ലഭ്യമാണ്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാദാപുരം നാടിൻ്റെ നൊമ്പരം ഇരകളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ആദ്യത്തെ ചുവടുവെപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വേദിയിലാണ് ഞാൻ നിങ്ങൾ.
നാദാപുരത്തെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഇവിടെ വളരെ വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നാദാപുരത്ത് ആ സംഭവം നടന്ന 22-ാം തീയതിക്ക് ശേഷം 20 നാളുകൾ കഴിഞ്ഞ് 28-ാം തീയതി അവിടെ സന്ദർശിക്കുവാൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷനോടൊപ്പം പോയ സംഘത്തിലുണ്ടായൊരു വ്യക്തി എന്നുള്ള നിലയിൽ നാദാപുരത്ത് കണ്ട കാഴ്ചകൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു കരുതേണ്ടത്. എന്തായിരുന്നു കാരണമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ യാതൊരു കാരണവുമില്ല. അബുക്കമായ ചില ചെറുപ്പക്കാരുടെ തോന്നിയാസങ്ങളുടെ ഭാഗമായി തീർത്തും അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു ജനസമൂഹത്തിന് മുന്നിൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേരളത്തിലെ UDF സർക്കാരിന്, പ്രത്യേകിച്ച് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ ആ കാഴ്ച കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് തകർക്കപ്പെട്ട 73ഓളം വീടുകളിൽ ആ വീട്ടിലെ ഗൃഹനാഥന്മാരെല്ലാവരും തന്നെ വിദേശത്ത് നാട്ടിലെ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഗൃഹനാഥകളായിട്ടുള്ള വീടുകളിൽ ഒരു കൂട്ടം കാപാലികർ തകർത്താടുമ്പോൾ 5 മണിക്കൂർ നേരമാണ് പോലീസിനെ, ഈ രാജ്യത്തെ നിയമപാലകരെ, നീതി കൊടുക്കേണ്ടവരെ അവർ നിന്ന് വിളിച്ച് നിസ്സഹായരായി പോയ സ്ത്രീകൾ. ആലോചിച്ചു നോക്കൂ, എന്തെങ്കിലും നിങ്ങളുടെ ഗ്രാമത്തിലാണെങ്കിൽ, നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്താണ് നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവിടെ മാനസികാവസ്ഥ, രോഷം. കേരളം ഭരിക്കുന്ന ഏറ്റവും വലിയ മതേതരത്വ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേരളം ഭരിക്കുമ്പോൾ നാദാപുരത്തെ പോലീസിനെ 5 മണിക്കൂർ നേരം നിന്ന് വിളിച്ചിട്ടും ആ പോലീസ് അവിടെ എത്തിയില്ല. എത്തിയത് സാധാ പോലീസുകാരാണ്. ആ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്നാണ് സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. നാദാപുരത്ത് പോയതിനു ശേഷം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജനുവരി 2-ാം ലക്കത്തിൽ കേരള ശബ്ദത്തിൽ കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു കവർ സ്റ്റോറി ഉണ്ട്. ഞാൻ ദിവസവും 5 മണിക്കൂർ നേരമാണ് ഉറങ്ങാറുള്ളത് എന്നാണ്. നാദാപുരത്തെ പോലീസും ആഭ്യന്തരമന്ത്രിക്ക് പഠിച്ചു. അവരും 5 മണിക്കൂർ നേരം നിദ്രയിലായിരുന്നു. അത് മാത്രമല്ല, സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് 5 മണിക്കൂർ ഉറങ്ങാൻ കഴിയുന്നത് കേരളത്തിന്റെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടല്ല. അദ്ദേഹം ദിവസത്തിൽ ഭൂരിഭാഗവും ഒരു ബ്യൂട്ടീഷ്യന് മുന്നിൽ ഇരുന്നു കൊടുത്തത് കൊണ്ടാണ് എന്നാണ്.